ഇലക്ഷൻ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം. എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ നടത്തുന്നതല്ല ഇലക്ഷൻ മാനിപ്പുലേഷൻ എന്നൊക്കെ അറിയാം. കൃത്യമായ ഇലക്ഷൻ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇലക്ഷൻ മാനിപ്പുലേഷൻ നടക്കുമ്പോൾ സംശയമില്ലാത്ത രീതിയിലും സംശയം ഉയർന്നു വരാത്ത രീതിയിലൊക്കെ ആണല്ലോ നടത്തേണ്ടത്. അങ്ങനെയാണല്ലോ നടത്തുക. ജനങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് പിന്നെ പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന തരത്തിലൊരു ഇത് നടത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് പരാതി കൊടുക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇത്തരം അട്ടിമറികളൊന്നും നടന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് പലതും മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി 6 മാസത്തിലധികം സമയമെടുത്ത് അതിനുവേണ്ട ഹോംവർക്ക് നടത്തിയിട്ടാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന്. പരാതി കൊടുക്കാൻ അപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ മറ്റ് പല മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഇപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം എന്ന് വിചാരിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ അപ്പുറത്ത് വസ്തുതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ ട്രെൻഡ് UDF അനുകൂലമായിട്ടായിരുന്നത്. കേരളത്തിലെ ഇലക്ഷൻ ട്രെൻഡ് കേരളത്തിലെ UDF അനുകൂലമായിട്ടായിരുന്നു. അപ്പോൾ ആ ട്രെൻഡ് തൃശ്ശൂരുണ്ടാവണ്ടേ. തൃശ്ശൂർ ജില്ലയിലെ തന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ട്രെൻഡ് വേറെ ആയിരുന്നില്ലേ. അപ്പോൾ ഇവിടെ മാത്രം രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ പൊതുവായ ട്രെൻഡിന് വിരുദ്ധമായൊരു ട്രെൻഡ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എല്ലാവരും അന്നേ ചിന്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും, പക്ഷേ ഇലക്ഷനിൽ വോട്ട് കൂടുതൽ ആർക്ക് കിട്ടിയവർ ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ജനവിധി അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇലക്ഷനിൽ തോറ്റ ഉടനെ തന്നെ അത് മുഴുവൻ അട്ടിമറിയാണെന്ന് പറയുന്ന രീതി അല്ലല്ലോ നമ്മൾ അവലംബിക്കുക. കൃത്യമായ ധാരണകളും അല്ലെങ്കിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ഉന്നയിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴും നമ്മളൊക്കെ അതിനെ സംബന്ധിച്ച് പരസ്യമായിട്ടൊരു പ്രസ്താവന പോലും നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം, നടത്താതിരുന്നതിൻ്റെ കാരണം കൃത്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വരാത്തതുകൊണ്ടായിരിക്കാം. രാഹുൽ ഗാന്ധി ഇന്ന് പക്ഷേ പുറത്തുവിട്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലെ തെളിവുകൾ ഇനി വീണ്ടും പുറത്തു വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രതികൂട്ടിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിന്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ ബോഡികളും, പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ ജനങ്ങൾ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി ഭരണഘടനാ സ്ഥാപനമാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല നമ്മുടെ നാടിൻ്റെ ഒരു ഉത്തരവാദിത്വം. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. അപ്പോൾ അത് സംശയരഹിതമായ രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും സംശയരഹിതമായ തെളിവ് കൊടുത്തു എന്നതിനൊക്കെ അപ്പുറത്ത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഇതിനെ സംബന്ധിച്ച് വളരെ വലിയൊരു അന്വേഷണം വളരെ ആവശ്യമാണ്. അത് ഏത് രീതിയിൽ അന്വേഷണമാണ് വേണ്ടെങ്കിൽ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണമാണ് വേണ്ടത്. അതിൽ സുപ്രീം കോടതി തന്നെ നേരിട്ടൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവുന്ന രീതിയിലേക്കോ ഇത് പോകേണ്ട ഒരു വിവരമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഗവൺമെൻറ് ഒരിക്കലും ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത് ഗവൺമെൻറ്റിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് തന്നെ അന്വേഷണം നടത്തുക പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്.